ഹലോ ഗൈസ്, രമേശ് പി പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ INFJ ബോയ് ഫ്രണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. INFJ ആണുങ്ങളുടെ കാര്യം നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്. വളരെ നാണംകുണികളായിട്ടുള്ള ഇൻട്രോവേർട്ടറായിട്ടുള്ള ആണുങ്ങളാണ് INFJ ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ INFJകൾ വളരെ സെൻസിറ്റീവായ ആളുകളാണ്, വളരെ കമ്പാഷനേറ്റായ ആളുകളാണ്, വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് എന്നൊക്കെ നമുക്കറിയാം. വളരെ വളരെ മാസ്കുലിനായ ടോക്സിക് ട്രേറ്റുകളൊന്നും അങ്ങനെ ഇല്ലാത്ത ആളുകളാണ് INFJ ആണുങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ബോയ് ഫ്രണ്ട്സായിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഗേൾ ഫ്രണ്ട്സായിട്ടുള്ള ആളുകൾക്ക് കിട്ടാവുന്ന കുറച്ച് പ്ലസ് പോയിൻറ്റുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് INFJ ബോയ് ഫ്രണ്ട്. ഇപ്പോൾ നിങ്ങളൊരു INFJ മെയിലിൻ്റെ ഒരു ഗേൾ ഫ്രണ്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള കെയറിങ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഏട്ടായി കോഫി എന്നുള്ള രീതിയിൽ ആ ടൈപ്പ് സാധനമല്ല, വൈബല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ജെനുവിനായ, ഏത് സമയം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കാര്യമായി ഇടപെടുന്ന, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എന്തിനു തയ്യാറായിട്ടുള്ള ആളായിരിക്കും നിങ്ങളുടെ INFJ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഹാപ്പിയാണെന്നും, നിങ്ങൾ ലൈഫിൽ ചുമ്മാ ഹാപ്പിയാണെന്ന് മാത്രമല്ല, നിങ്ങൾ എല്ലാ രീതിയിലും, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഫിനാൻഷ്യലി ഓക്കെയാണ്, വളരെ ഹാപ്പിയാണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടേയിരിക്കും അവരെപ്പോഴും. അതായത് INFJ മെയിലിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ ലൈഫ് ജീവിക്കുക അങ്ങനൊരു സാധനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരെ സോൾഫുള്ളായ, നമുക്ക് നമ്മുടെ ആത്മാവിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളൊരവസ്ഥയിലാണ് INFJ മെയിൽസ് പൊതുവെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ ഇവരുടെ പാർട്ട്നേഴ്സ് ആവുക എന്ന് പറയുമ്പോൾ പൊതുവേ വളരെ സഹാനുഭൂതിയൊക്കെ ഉള്ള കൂട്ടരാണ് INFJ മെയിൽസ്. അപ്പോൾ അവരുടെ ഗേൾ ഫ്രണ്ട്സിന് അവർ ഇതേപോലെ ഒരു വൈബ് കൊടുക്കാനാണ് ആഗ്രഹിക്കുക. അതായത് വളരെ ഹാപ്പിയാക്കാൻ അവർ ശ്രമിക്കും, അവർക്ക് വേണ്ടി എന്തു ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ട് വിചാരിക്കുക, അവർ എന്തിനും ഇറങ്ങുന്നല്ല, അത് ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും അവർ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് തരും, ഒരുപാട് സർപ്രൈസുകൾ തരുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇമോഷണൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, വൈകാരികമായിട്ടൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഒരു സംഭവം. അതായത് അവരുടെ കാര്യം നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഒക്കെയാണ്, നിങ്ങൾ വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തും. പിന്നെ ഈ പറഞ്ഞ മാതിരി INFJ ആണുങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ സെക്സിനല്ല ഒരു റിലേഷൻഷിപ്പിൽ അത്ര പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിപ്പോൾ ശാരീരികമായിട്ടും ഈ പറഞ്ഞ ഒരു സെക്ഷൽ രീതിയിലും മാനസികമായിട്ടും ഇൻ്റലക്ച്വൽ രീതിയിലൊക്കെ ഉള്ള ഒരു കോമ്പാറ്റബിലിറ്റി, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ INFJ ആയിട്ടുള്ള ഒരാണിൻ്റെ ഒരു ഗേൾ ഫ്രണ്ടാണ് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ നല്ല ഇൻ ഡെപ്ത് ആയിട്ടുള്ള ലവ് മേക്കിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ അവർ മനസ്സിലാക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവരിങ്ങനെ കാര്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അത് ഹാപ്പിയാണോ അല്ലെങ്കിൽ എന്താണ് വേണ്ടത്, അതായത് കണ്ടറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വൈബ് അവർ നിങ്ങളോട് കാണിക്കാൻ ശ്രമിക്കും, നിങ്ങളോട് കാര്യമായി സംസാരിക്കും ഒക്കെയാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരുപാട് സംസാരിക്കണോ അവരൊന്നും ഒരുപാട് താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ കുറച്ച് സൈലൻ്റ് ആകും. നല്ല രീതിയിൽ, അതായത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പല ആളുകളുടെ INFJ മെയിൽസിന് ലവ് ലാംഗ്വേജ്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊരു സാധനമാണ്, സംസാരിക്കുക. പിന്നെ അതേപോലെ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണ്, ആ ഒരു രീതിയിലേക്ക് മാറാനും കാര്യമായി INFJ മെയിൽസ് ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ ഒരുപാട് ഇഷ്ടമാണ് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങിത്തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസുകൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുഡ് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ നല്ല രീതിയിൽ കഡലിങ് ഇഷ്ടമുള്ള, ഹഗ്ഗിങ്, കഡലിങ്, കിസ്സിങ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ് INFJ മെയിൽസ് പറഞ്ഞാൽ. അവർ വളരെ സെൻസിറ്റീവായ ആളുകളാണ്, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വൈബ് ഉള്ളിൽ വെക്കുന്ന ആളുകളാണ്. പുറത്തൊരു പക്ഷേ അവർ കാണിച്ചില്ലെങ്കിലും, അതായത് അവർ ഈ പബ്ലിക് ഷോ ഓഫ് അഫെക്ഷൻ ഉണ്ടല്ലോ, പബ്ലിക്കായിട്ട് കെട്ടിപ്പിടിക്കുക, പബ്ലിക്കായിട്ട് കിസ്, ഇതിനോടൊന്നും അവർക്ക് അത്ര ധൈര്യമുള്ള, അങ്ങനെ താല്പര്യമുള്ള ആളുകളല്ല. പക്ഷേ ഒരു ബെഡ്റൂമിൽ വളരെ
പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ, പ്രത്യേകിച്ച് ഒരു വീട് സെറ്റപ്പ്, അതായത് അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ അവർ വളരെ അടിപൊളിയായിട്ട് അവരുടെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കാൻ, സാറ്റിസ്ഫൈഡ് ആക്കാൻ അവർ ശ്രമിക്കും. അതിനുള്ള എല്ലാവരുടെ എഫേർട്ട് ഇവരെടുക്കും. അതായത് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കഡലിങ് ആയിക്കോട്ടെ, കിസ്സിങ് ആയിക്കോട്ടെ, ഫോർ പ്ലേ ആയിക്കോട്ടെ, ഇൻ്റർകോഴ്സ് ആയിക്കോട്ടെ, അതിങ്ങനെ പെട്ടെന്ന് അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന സംഭവമല്ല. പാർട്ട്ണറിന് എന്താണോ ആഗ്രഹം, എന്താണോ ആവശ്യം, ആ രീതിയിലേക്ക് അവരെ മാറ്റാൻ, അവരുടെ പ്രവൃത്തികൾ മാറ്റാനൊക്കെ അവർ ശ്രമിക്കും. അങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവമാണത്. അതായത് അവരുടെ മൈൻഡിൽ എപ്പോഴും അവരെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുക, ഓപ്പോസിറ്റുള്ള ആളെങ്ങനെ ഹാപ്പിയാക്കാം, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗിവിങ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ്, വളരെ കമ്പാഷനേറ്റായ, എംപത്തറ്റിക്കായ, എന്താ പറയുക, ആളുകൾക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം ലൈഫ് കൊണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് INFJ മെയിൽസ്, INFJ ബോയ് ഫ്രണ്ട്. അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു INFJ ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു അനുഭവം എന്താണെന്നൊക്കെ. പിന്നെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ഒരുപാട് മാറുന്നുണ്ടായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഈ INFJ മെയിൽസ് പൊതുവെ കോൺഫ്ലിക്റ്റുകൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ലവറുമായിട്ട്, പാർട്ട്ണറായിട്ട് അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യമുണ്ടാവും. ചിലപ്പോൾ വളരെ സെൻറ്റിമെൻ്റലാവും, ഇമോഷണലാവും, അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഹെൽത്തിയായ INFJ മെയിലിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് റിസർവ്ഡ് ആവും, നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും, വളരെ ഫണ്ണിയാണ്. അതാണ്, ഒരുപാട് സീരിയസ് ആയിട്ട് പ്രാന്താവുമല്ല, കുറച്ച് ഫണ്ണിയായ ആളുകളാണ്. അതിങ്ങനെ പുറമേ ഭയങ്കര ഫണ്ണിയായിട്ട് പൊട്ടത്തരം കാണിക്കുക അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സംഭവമാണ് അത് അവരോട് ഇടപെടുന്ന ആളുകൾക്കാണ് അത് ക്ലിയറായിട്ടത് മനസ്സിലാവുള്ളൂ. പിന്നെ പലപ്പോഴും ഈ മാൻപേട എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള അത്രയും ഒരു മുയലിനെ പോലെ ഒക്കെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, വളരെ പേടിത്തൊണ്ടന്മാരായ ആളുകളാണ് INFJ മെയിൽസ്. പക്ഷെ എന്ന് കരുതിയിട്ട് അവർ തീരെ ധൈര്യമില്ല, അങ്ങനെയല്ല. അവർ ന്യായത്തിന് നീതിക്ക് വേണ്ടിയിട്ടൊക്കെ വാദിച്ചുകൊണ്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഹെൽത്തി ആയ ഒരു INFJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കുറേ ബഹളം ഉണ്ടാക്കി ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ പറഞ്ഞവർ അനാവശ്യമായ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കി ഒന്നുമല്ല. അവർ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്, പച്ചപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർക്ക് ഈ പറഞ്ഞവർ ഏതെങ്കിലും ഒരു മേഖലയിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ളൊരു സെറ്റപ്പിൽ പാർട്ട്ണറുമായിട്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. നല്ല രീതിയിൽ ഹഗ്ഗിങ്, കഡലിങ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. നല്ല രീതിയിൽ അടിപൊളി ലവേഴ്സായിരിക്കും, നല്ല പാർട്ട്ണറായിരിക്കും, നല്ല ഹസ്ബൻഡായി മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം, ആളുകളെ സന്തോഷിപ്പിക്കാൻ, സാറ്റിസ്ഫൈഡ് ആക്കുന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. ഇതിലൊക്കെയാണ് നമ്മൾ ഈ INFJ മെയിൽസ് അവരുടെ ഒരു വാല്യൂ കണ്ടെത്തുന്നത്, ഒരു ലൈഫിൻ്റെ ഒരു പർപ്പസ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ്. അതായത് പാർട്ട്ണറിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളായിരിക്കും INFJ മെയിൽസ്, INFJ ബോയ് ഫ്രണ്ട്. ഓക്കെ, താങ്ക് യു.